നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മലപ്പുറത്ത് ഇതര സംസ്ഥാന തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ച് തീവ്ര ഇസ്ലാമിക സംഘടന. റോഷ്നി ഇസ്ലാമി മിലൻ ജിഹാദി പ്രവർത്തനത്തിനുള്ള രഹസ്യനീക്കമെന്ന് സംശയം. സംഘാടകർ സലഫി പ്രസ്ഥാനമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ബംഗ്ലാദേശികളും പങ്കെടുത്തെന്ന് സൂചന. സംഗമം പെരിന്തൽമണ്ണ സലഫി മസ്ജിദിൽ. വയനാട് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. 1 വർഷത്തെ മൊറട്ടോറിയവും ഉൾപ്പെടുത്തും. വായ്പാ തിരിച്ചടവിന് കൂടുതൽ സമയം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ക്ഷേത്ര ഓഡിറ്റോറിയത്തിലെ നോമ്പുതുറ സംഗമത്തിൽ ചർച്ചയായി. ഹൈക്കോടതി നിരീക്ഷണം. കലശ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. ശ്രീകോവിൽ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കമ്മിറ്റി പരിധി മറികടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കോടതി. SDPIയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ. ആതിഥ്യം സ്വീകരിച്ച് MM ഹസനും VS ശിവകുമാറും. ഭീകരബന്ധത്തിലും കള്ളപ്പണം വെളുപ്പിക്കലിലും അന്വേഷണം നേരിടുന്നത് വകവയ്ക്കാതെ സൗഹൃദ പ്രഖ്യാപനം. നിറത്തിന്റെ പേരിലെ അധിക്ഷേപത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച ചീഫ് സെക്രട്ടറി. പിന്തുണയുമായി ആയിരങ്ങൾ. ശാരദാ മുരളീധരന്റെ തുറന്നുപറച്ചിൽ ഫേസ്ബുക്കിലൂടെ. ഹയർ സെക്കൻഡറി ചോദ്യപേപ്പറിൽ പിന്നെയും പിഴവുകൾ. സയൻസ് കൊമേഴ്സ് സ്ട്രീമുകളിലെ കണക്ക് പരീക്ഷയിൽ ചോദ്യം ആവർത്തിച്ചു. പ്രതിഷേധവുമായി അധ്യാപക സംഘടനകൾ. ഭാരതീയർ വീണ്ടും കൈലാസ് മാനസരോവറിലേക്ക്. ശുഭസൂചനകൾ. ബീജിംഗ് ചർച്ചയിൽ. യാത്ര നേരത്തെ പുനരാരംഭിക്കും. സംഘർഷം ഒഴിവാക്കാനും സഹകരണം ശക്തമാക്കാനും ഇന്ത്യ ചൈന ധാരണ. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേലിന്റെ വസതികളിൽ CBI റെയ്ഡ്. വിവരം സ്ഥിരീകരിച്ച് ബഘേലിന്റെ എക്സ്പോസ്റ്റ്. അന്വേഷണം മഹാദേവ ബെറ്റിംഗ് ആപ്പ് കേസിൽ. അശ്ലീല CD ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന് ആരോപണം. മലപ്പുറത്ത് ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾക്കായുള്ള കൂട്ടായ്മ സംശയത്തിന്റെ നിഴലിൽ. പോലീസിന്റെയും അന്വേഷണ ഏജൻസികളുടെയും കണ്ണുവെട്ടിച്ച് രഹസ്യമായി ജിഹാദി പ്രവർത്തനം സജീവമാക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് സംശയം. ബംഗ്ലാദേശികളടക്കം കൂട്ടായ്മയിലുണ്ടെന്നാണ് സൂചന. തീവ്ര ഇസ്ലാമിക് സലഫി പ്രസ്ഥാനമായ വിസ്ഡം ആണ് കൂട്ടായ്മയ്ക്ക് പിന്നിൽ. പെരിന്തൽമണ്ണ സലഫി മസ്ജിദിൽ ഇവർക്കായി സംഗമവും സംഘടിപ്പിച്ചു. ജനം ബ്രേക്കിംഗ്. ഭീകരബന്ധമുള്ള ബംഗ്ലാദേശ് സ്വദേശികളെ അടക്കം കേരളത്തിൽ നിന്ന് പിടികൂടിയതിന് പിന്നാലെയാണ് കൂട്ടായ്മ സജീവമാകുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് കൂട്ടായ്മയിൽ പങ്കെടുത്തത്. സലഫി സംഘടനയായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടായ്മയിൽ 100ഓളം പേർ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് നിരവധി ബംഗ്ലാദേശികളെ അടക്കം പിടികൂടുന്ന സാഹചര്യത്തിലാണ് ഇത്തരം കൂട്ടായ്മകൾ. വ്യാജ പേരുകളിലും വ്യാജ തിരിച്ചറിയൽ രേഖകളിലുമെല്ലാം ഇങ്ങനെ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികളും ബംഗ്ലാദേശികളുമുണ്ട്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ് ഇവരുടെ മുഖ്യ അജണ്ട. അതിന് കളമൊരുക്കുകയാണ് ഇത്തരം കൂട്ടായ്മകളും സംഘടനകളും. തീവ്ര ഇസ്ലാമിക് സലഫി പ്രസ്ഥാനമാണ് വിസ്ഡം. സംസ്ഥാനത്ത് താഴെത്തട്ടിൽ വരെ ഇത്തരം കൂട്ടായ്മകൾ വ്യാപകം. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് നിഷ്ക്രിയമായതും ഇത്തരം സംഘങ്ങൾക്ക് തുണയാകുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസ്ഥാനത്ത് കാര്യമായ അന്വേഷണമില്ലാത്തതിനാൽ തീവ്രവാദ ശക്തികളുടെ മുഖ്യ താവളമായി കേരളം മാറുന്നു. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. കോഴിക്കോട് ഹമാസ് ഭീകരർക്കായി പ്രാർത്ഥനാ സംഗമം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് കേന്ദ്ര ഏജൻസികൾ. യോഗത്തിൽ പങ്കെടുത്തവരുടെ വിവരങ്ങളും ദൃശ്യങ്ങളും കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചു. പരിപാടിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനയിലെ നേതാക്കൾ പങ്കെടുത്തിരുന്നു. ഭീകരവാദ സംഘടന ഹമാസ് തലവൻ കൊല്ലപ്പെട്ട യഹിയ സിൻവറിനും ഇസ്മായിൽ ഹനിയയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും സംഗമത്തിൽ നടന്നിരുന്നു.
കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്താണ് നിരവധി ആളുകളെ പങ്കെടുപ്പിച്ച് ഹമാസ് തീവ്രവാദികൾക്കായി പ്രാർത്ഥനാ സംഗമം നടത്തിയത്. വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളും പങ്കെടുത്തു. കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹിയ സിൻവാറിനും ഇസ്മായിൽ ഹനിയയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും സംഗമത്തിൽ നടത്തി. നിങ്ങൾ ഹമാസിനെ പിന്തുണക്കുന്നവര് തിരിച്ച് നമ്മൾ അവരോട് ചോദിക്കുന്നത് എന്താ കുഴപ്പം? ഹമാസ് ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ട സംഘടനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിന്റെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടവർ ഷഹീദാണ്, രക്തസാക്ഷികളാണ്. എന്താ കുഴപ്പം? നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നിട്ടില്ല, എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. സംഗമത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. സംഗമത്തിൽ പങ്കെടുത്തവർ, ഇവരുടെ പശ്ചാത്തലം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. സംഗമത്തിന്റെ ദൃശ്യങ്ങൾ പൂർണ്ണമായും കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. ജനം, കോഴിക്കോട്. SDPI വിരുന്നിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ. SDPIയുടെ ഇഫ്താർ വിരുന്നിലാണ് കോൺഗ്രസ് നേതാക്കളായ MM ഹസനും VS ശിവകുമാറും പങ്കെടുത്തത്. SDPI സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫാണ് വിരുന്ന് നടത്തിയത്. ഭീകരബന്ധത്തിലും കള്ളപ്പണം വെളുപ്പിക്കലിലും SDPIക്കെതിരെ ED നടപടി തുടരുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ SDPI പിന്തുണ കോൺഗ്രസിനാണെന്ന വാർത്ത വിവാദമായിരുന്നു. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ നടന്ന SDPI സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫ് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലാണ് കോൺഗ്രസ് നേതാക്കളായ MM ഹസനും VS ശിവകുമാറും ഒക്കെയുള്ളവർ പങ്കെടുത്തത്. അതും ഈ ഭീകരബന്ധത്തിലും കള്ളപ്പണം വെളുപ്പിക്കലിലും SDPക്കെതിരെ ED നടപടികളും അന്വേഷണമൊക്കെ തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനകളൊന്നിന്റെ പ്രധാനപ്പെട്ട നേതാവും UDF കൺവീനർ അടക്കമുള്ള നേതാക്കൾ SDPയുടെ പരിപാടിയിൽ പങ്കെടുത്തത്. നേരത്തെ ഈ UDF കൺവീനറടക്കം ഇത്തരം പരിപാടിയിൽ പങ്കെടുത്തത് കോൺഗ്രസിന്റെയും SDPയുടെയും ബാന്ധവം അത് പരസ്യമായി തുടങ്ങുന്നതിനുള്ള തെളിവായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. വലിയ വിമർശനങ്ങളും ചില നേതാക്കൾക്കുമെതിരെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭീകര സംഘടന എന്ന ഈ സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഭീകര സംഘടനയെന്ന് ഉറപ്പിച്ച രാജ്യത്ത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാഗമായ SDPയുടെ പരിപാടിയിലാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തത്. അതോടൊപ്പം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ SDPI UDFന് വ്യാപകമായി വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 10,000-ലധികം വോട്ടുകൾ ഇങ്ങനെ UDFന് ചെയ്തിരുന്നു എന്നുള്ളത് SDPയുടെ പാലക്കാട്. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ഭക്തരുടെ വികാരം മാനിക്കാതെ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കാനുള്ള ക്ഷേത്ര കലശ കമ്മിറ്റിയുടെ നീക്കത്തിൽ ഹൈക്കോടതി നിരീക്ഷണം ചർച്ചയാകുന്നു. കലശ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ശ്രീകോവിൽ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ്. കമ്മിറ്റി ആ പരിധി മറികടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം. ക്ഷേത്ര ഓഡിറ്റോറിയത്തിലെ നോമ്പുതുറ സംഗമവുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. CPMന് സ്വാധീനമുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നടപടികൾ നേരത്തെയും വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്കായി സർക്കാർ ഖജനാവിൽ നിന്നും ചിലവഴിക്കുന്നത് കോടികൾ. പ്രതിവാര ടെലിവിഷൻ പരിപാടി നാം മുന്നോട്ടിനായി 9 വർഷത്തിനിടെ ചിലവഴിച്ചത് 25 കോടിയോളം രൂപ. പരിപാടിയുടെ പ്രൊഡക്ഷൻ ചുമതലയുള്ള പാർട്ടി ചാനലിനും കോടികളാണ് നൽകുന്നത്. വിവരാവകാശ രേഖ ജനം TVക്ക്. സർക്കാരിന്റെ നയങ്ങളും സംരംഭങ്ങളും പുതിയ പദ്ധതികളുമൊക്കെ പൊതുജനങ്ങളെ അറിയിക്കാനെന്ന പേരിൽ 2017 ഒക്ടോബറിലാണ് മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ട് പ്രതിവാര ടെലിവിഷൻ ഷോ ആരംഭിക്കുന്നത്. ഒരു എപ്പിസോഡിന് 1.5 ലക്ഷം മുതൽ 2,32,000 രൂപ വരെയാണ് നിർമ്മാണ ചെലവ് വരുന്നത്. 2025 ഫെബ്രുവരി വരെ 212 എപ്പിസോഡുകളും സംപ്രേഷണം ചെയ്തു. സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾക്കും എപ്പിസോഡ് 1 ലക്ഷങ്ങൾ. അങ്ങനെ 9 സാമ്പത്തിക വർഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്കായി സർക്കാർ ചെലവഴിച്ചത് 24,96,76,291 രൂപ. നിർമ്മാണ ചെലവ്, തെരഞ്ഞെടുത്ത ചാനലുകളിലും ഇന്ററാക്റ്റീവ് ഷോയ്ക്കുമുള്ള ടെലികാസ്റ്റ് ഫീസ്, ഔട്ട്ഡോർ പബ്ലിസിറ്റി, പരസ്യങ്ങൾ എന്നിവയ്ക്കാണ് പണം ചെലവഴിച്ചത്.
പരിപാടിയുടെ നിർമ്മാണ ചെലവിനത്തിൽ പാർട്ടി ചാനലിന് നൽകിയത് 3,40,93,952 രൂപ. $7.56 കോടിയാണ് നാം മുന്നോട്ടിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതം. ആദ്യം അനുവദിച്ച 5.22 കോടിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 2.34 കോടി രൂപ കൂടി അനുവദിക്കുകയായിരുന്നു. ആ കണക്ക് കൂടി ചേരുമ്പോൾ 10 വർഷത്തിനിടെ മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ പരിപാടിക്കായി സർക്കാർ ചെലവഴിച്ചത് 32 കോടിയിലധികം രൂപ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. വയനാട് ദുരിതബാധിതരുടെ ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. പുനഃക്രമീകരണത്തിൽ 1 വർഷത്തെ മൊറട്ടോറിയവും ഉൾപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വായ്പാ തിരിച്ചടവിന് കൂടുതൽ സമയം നൽകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അതേസമയം ദുരന്തബാധിത സാഹചര്യത്തിൽ വായ്പ എഴുതിത്തള്ളാനാകുമോ എന്ന് കേന്ദ്രം പരിഗണിക്കണമെന്നും കോടതി പറഞ്ഞു. ബാങ്കേഴ്സ് സമിതി ശുപാർശകളിൽ അംഗീകാരം നൽകിയവ സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകാനും കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം. ബാങ്ക് ഓഫ് ബറോഡ വായ്പാ തിരിച്ചടവ് നടപടികൾ നിർത്തിവെച്ചതായും കേന്ദ്രം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നിറത്തിന്റെ പേരിൽ അപമാനം നേരിട്ട സംഭവത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് സമൂഹമാധ്യമങ്ങളിൽ പിന്തുണയേറുന്നു. സമൂഹമാധ്യമങ്ങളിൽ ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ഫേസ്ബുക്കിൽ ശാരദാ മുരളീധരൻ പങ്കുവച്ച പോസ്റ്റിന് പിന്നാലെയാണ് വിഷയം സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തത്. ശാരദാ മുരളീധരന്റെ കുറിപ്പ് കേരളത്തിന്റെ അവസ്ഥ തുറന്നുകാട്ടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് പിന്തുണ അറിയിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്നത്തെ കാലത്ത് നിറവും ജാതിയും മതവും ഒരു വിഷയമല്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ഏത് നിറത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ ഇങ്ങനെ പറയാൻ പാടില്ലെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. ചോദ്യപേപ്പറിലെ പിഴവുകൾ തുടർക്കഥയാകുന്നു. +2 സയൻസ് കൊമേഴ്സ് ബാച്ചുകളുടെ കണക്ക് പരീക്ഷകളിലാണ് ഒരേ ചോദ്യം ആവർത്തിച്ചത്. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ അധ്യാപക സംഘടനകൾ രംഗത്തെത്തി. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബഘേലിന്റെ വസതിയിൽ CBI റെയ്ഡ്. മഹാദേവ് ഓൺലൈൻ വാതുവയ്പ്, മദ്യ കുംഭകോണം തുടങ്ങിയ കേസുകളിലാണ് നടപടി. നേരത്തെ ED നടത്തിയ പരിശോധനയിൽ ബഘേലിന്റെ വസതിയിൽ നിന്ന് പണം പിടിച്ചെടുത്തിരുന്നു. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേലിന്റെ റായ്പൂരിലെയും ഭിലായിലെയും വസതികളിലും ബഘേലിന്റെ അടുത്ത അനുയായികളുടെ വീടുകളിലുമാണ് ഇന്ന് രാവിലെ മുതൽ CBI പരിശോധന നടത്തിയത്. മഹാദേവ് ഓൺലൈൻ വാതുവെപ്പ് അഴിമതി, മദ്യകുംഭകോണം തുടങ്ങി മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ ഭൂപേഷ് ബഘേൽ നടത്തിയ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് നടപടി. ഓൺലൈൻ വാതുവെപ്പ് അഴിമതിയിൽ 70 FIRകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 2295 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. പരിശോധന നടക്കുന്ന വിവരം ഭൂപേഷ് ബഘേൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. BJPയുടെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ് അന്വേഷണ ഏജൻസികളുടെ നടപടിയെന്ന പതിവ് ആരോപണമാണ് റെയ്ഡിനെതിരെ ഭൂപേഷ് ബഘേലും കോൺഗ്രസ് നേതാക്കളും ഉന്നയിച്ചത്. മദ്യകുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് ഭൂപേഷ് ബഘേലിന്റെയും മകൻ ചൈതന്യ ബഘേലിന്റെയും വസതികളിലും ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർച്ചയായി പരിശോധന നടത്തിയിരുന്നു. 33 ലക്ഷം രൂപ ED പിടിച്ചെടുത്തു. ഇതിന് പിറകെയാണ് CBI പരിശോധന നടത്തിയത്. ജനം, ഡൽഹി. ഭാരതീയർക്കുള്ള കൈലാസ് മാനസ് സരോവർ യാത്ര നേരത്തെ പുനരാരംഭിച്ചേക്കും. യാത്ര പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും ധാരണയായിരുന്നുവെങ്കിലും സമയക്രമം സംബന്ധിച്ച് ധാരണയായിരുന്നില്ല. അതിർത്തി സംഘർഷങ്ങളെ തുടർന്ന് 2020 മുതൽ നിർത്തിവെച്ചിരുന്ന യാത്രയാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. അതിർത്തി വിഷയങ്ങളുടെ ചർച്ചയ്ക്കായി ഇരു രാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ച വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷന്റെ യോഗത്തിലാണ് തീരുമാനം. ബീജിംഗിലാണ് യോഗം നടന്നത്. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി മലങ്കര മെത്രാപ്പോലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയസ് സ്ഥാനമേറ്റു. ബെയ്റൂട്ട് അറ്റച്ചാനെ സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവ എന്ന പേരിലാകും അദ്ദേഹം അറിയപ്പെടുക. ഇന്ത്യൻ സമയം രാത്രി 10ഓടെയാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായത്. ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പത്രിയാക്കീസ് ബാവ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സിറിയയിലെ ദമാസ്കസ് ആണ് പത്രിയാക്കീസിന്റെ ആസ്ഥാനം. സിറിയയിലെ സംഘർഷഭരിതമായ സാഹചര്യം കണക്കിലെടുത്താണ്
ചടങ്ങ് ലെബനിലെ അച്ചാനയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിലേക്ക് മാറ്റിയത്. മുൻ കേന്ദ്രമന്ത്രിമാരായ അൽഫോൺസ് കണ്ണന്താനം, വി മുരളീധരൻ, ലോക്സഭാംഗം ബെന്നി ബെഹനാൻ, BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്നിവർ സ്ഥാനാരോഹണ ചടങ്ങിൽ ഭാരതത്തിന്റെ പ്രതിനിധികളായി പങ്കെടുത്തു. വ്യവസായ മന്ത്രി P. രാജീവ് കേരളത്തെ പ്രതിനിധീകരിച്ചും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഭാരതത്തിന്റെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പത്രിയാക്കീസ് ബാവ ആമുഖ പ്രസംഗത്തിൽ പ്രത്യേകം നന്ദി പറഞ്ഞു. ഇന്ത്യയുടെ മറ്റു മതങ്ങളോടുള്ള സഹിഷ്ണുതയെയും സ്നേഹത്തെയും ബാവ പ്രത്യേകം പരാമർശിച്ചു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ബാവ നന്ദി അറിയിച്ചിരുന്നു. പത്രിയാക്കീസ് ബാവയുടെ കീഴിൽ പ്രാദേശിക ഭരണത്തിനായി ക്രമീകരിക്കപ്പെട്ട കാതോലിക്കേറ്റിലെ 81ാമത്തെ കാതോലിക്ക ബാവയാണ് മാർ ഗ്രിഗോറിയസ്. ആഗമാന സുറിയാനി സഭയിലെ ഭരണശ്രേണിയിൽ പത്രിയാക്കീസ് ബാവയ്ക്ക് ശേഷം സഭയിൽ 2ാം സ്ഥാനീയനാണ് ശ്രേഷ്ഠ കാതോലിക്ക. മെത്രാപ്പോലിത്തമാരെ വാഴിക്കാനും പ്രാദേശിക സുനഹദോസിനെ നയിക്കാനും കാതോലിക്കയ്ക്ക് അധികാരമുണ്ട്. ശ്രേഷ്ഠ ബെസീലിയോസ് ജോസഫ് ബാവ കാനോനിക കാതോലിക്കയാവുന്നത് യാക്കോബായ അസോസിയേഷൻ ഐകണ്ഠ്യേന തെരഞ്ഞെടുത്തതിന് ശേഷമാണ്. ജനം, കൊച്ചി. ഇടത് സെനറ്റ് അംഗങ്ങളെ കയ്യിലെടുത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ സെനറ്റ് യോഗത്തിലെ പ്രസംഗം. കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചാൻസലർ കൂടിയായ ഗവർണർ. കേരള സർവകലാശാലയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണമെന്ന് ഗവർണർ പ്രസംഗത്തിൽ പറഞ്ഞു. മാസത്തിൽ ഒരു ദിവസമെങ്കിലും കോളേജുകളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. SFI പ്രവർത്തകരുടെ സമരം മൂലം സുരക്ഷാ പ്രശ്നവും ഉന്നയിച്ചുകൊണ്ടാണ് സെനറ്റ് യോഗം നടത്താൻ വൈകിയത്. എന്നാൽ ചാൻസലർ കൂടിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആദ്യമായി പങ്കെടുത്ത സെനറ്റ് യോഗത്തിലെ അഭിസംബോധനാ പ്രസംഗം ഇടതംഗങ്ങളെ ഉൾപ്പെടെ കയ്യിലെടുത്തുകൊണ്ടായിരുന്നു. യുവതലമുറയെ നല്ല രീതിയിൽ ജീവിക്കാൻ പ്രാപ്തരാക്കിയെടുക്കുന്നതിൽ സർവകലാശാലയോടൊപ്പം സെനറ്റ് അംഗങ്ങളും പ്രവർത്തിക്കണമെന്ന് ഗവർണർ. കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർവകലാശാലയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണമെന്ന് ഗവർണർ പ്രസംഗത്തിൽ പറഞ്ഞു. Anti-drugs campaign has to be led by Kerala University. Anti-drug campaign. And mind you, again, our children are not at fault for this. Let me tell you, we are responsible again. What I would suggest is at least one day is to be celebrated in a month as an anti-drug day in the university and the colleges. Let us do some campaign on that day. Have some, if we cannot, we can do away with other teachings. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി പുറത്തു പോകുന്നത് എന്തിനാണെന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന് പരിഹാരം നാം തന്നെ കണ്ടെത്തണമെന്നും ഗവർണർ. കൂടാതെ സെനറ്റ് അംഗങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും രാജ്ഭവനിൽ നേരിട്ടെത്തി അറിയിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. എല്ലാ ഷൂട്ടിംഗ് സെറ്റുകളിലും നിരോധിത ലഹരി ഉപയോഗം തടയാൻ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുമെന്ന് ഫെഫ്ക. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം എക്സൈസിന് കൈമാറാനാണ് തീരുമാനം. സിനിമാ സെറ്റുകളിൽ നിരോധിത ലഹരി ഉപയോഗം അനുവദിക്കാനാകില്ലെന്ന് ബി ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ നടന്ന ഫെഫ്കയുടെ കൺവെൻഷനിൽ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സിനിമാ ചിത്രീകരണം നടക്കുന്ന എല്ലാ തൊഴിലിടങ്ങളിലും ഫെഫ്ക ഒരു ലഹരി പ്രധാന സാങ്കേതിക പ്രവർത്തകരായ 7 പേരായിരിക്കും സമിതിയിലെ അംഗങ്ങൾ. ചിത്രീകരണ ഇടങ്ങളിൽ നിരോധിത ലഹരിയുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി യോദ്ധാവ് 9995966666 അതൊരു വാട്സപ്പ് നമ്പറാണ്. ആന്റി ഡ്രഗ്സ് കൺട്രോൾ റൂം 9497979724 9497927797 എന്ന സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലും ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഈ വിവരം അറിയിക്കേണ്ടതാണ്. ഇത് ഇന്നു മുതൽ നിലവിൽ വന്നതായി പ്രഖ്യാപിക്കുന്നു. സംസ്ഥാനത്ത് ആരോഗ്യമേഖലയിൽ ആവർത്തിക്കപ്പെടുന്ന ചികിത്സാ പിഴവുകളിൽ നിസ്സംഗത തുടർന്ന് ആരോഗ്യവകുപ്പ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്നാണ് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. എണ്ണിയാൽ ഒടുങ്ങാത്ത പിഴവുകൾ ഉണ്ടായിട്ടും വീഴ്ചകളെ നിസ്സാരവത്കരിക്കുന്നതും കർശന നടപടികൾ സ്വീകരിക്കാത്തതുമാണ് ഇത്തരം പിഴവുകൾ ആവർത്തിക്കാൻ കാരണം.
കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വീഴ്ചകൾ ഒട്ടനവധിയാണ്. വലത്തുകാലിന് പകരം ഇടതുകാൽ, ഇടത് കണ്ണിന് പകരം വലതുകണ്ണ്, മൂക്കിന് പകരം വയറ് എന്നിങ്ങനെ അശ്രദ്ധ മൂലം അവയവങ്ങൾ മാറി സർജറി നടത്തിയ സംഭവങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗികൾ മരിക്കുന്നതും അപൂർവമല്ല. ഹർഷീനയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചതും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൂക്കിലെ രോഗത്തിന് വയറ്റിൽ ശസ്ത്രക്രിയ നടത്തിയതും ICU പീഡനവുമെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം. അനുശ്രീ എന്ന പേരാമ്പ്ര സ്വദേശിയുടെ പരാതിയും ആലപ്പുഴയിൽ കുഞ്ഞു വൈകല്യങ്ങളുമായി ജനിച്ച സംഭവവും ഗർഭാശയ നീക്കൽ ശസ്ത്രക്രിയയ്ക്കിടെ കുടലിന് മുറിവേറ്റ് വിലാസിനി എന്ന സ്ത്രീ മരിച്ചതും ഉൾപ്പെടെ നിരവധി വീഴ്ചകൾ. ചികിത്സാ പിഴവിന്റെ പേരിൽ ആരോഗ്യവകുപ്പ് പലപ്പോഴും വിമർശന വിധേയമാകാറുണ്ടെങ്കിലും സംഭവം അന്വേഷിക്കാൻ പ്രത്യേക മെഡിക്കൽ ബോർഡിന്റെയോ വിദഗ്ധ സമിതികളെയോ നിയോഗിക്കുന്നതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാറില്ല. ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും വെളിച്ചം കാണാറില്ല. ഡോക്ടറുടെയോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് പിഴവ് ബോധ്യപ്പെട്ടാൽ പോലും അതിനനുസൃതമായ നടപടി ഉണ്ടാകാറില്ല. ഒട്ടനവധി വീഴ്ചകൾ ഉണ്ടായിട്ടും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്നാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി. ചികിത്സാ പിഴവുകൾ നിരന്തരം ആവർത്തിക്കാൻ കാരണം ഇതാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഡോക്ടർമാരുടെയോ നഴ്സിന്റെയോ മറ്റ് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഭാവിയിൽ ചികിത്സയിൽ അശ്രദ്ധയും ഉദാസീനതയും പ്രകടമാകാത്ത വിധം കർശന നടപടി ആവശ്യമാണ് ഇത്തരം കേസുകളിൽ. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാസങ്ങളായി തുടരുന്ന മരുന്ന് പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് മരുന്ന് വിതരണ കമ്പനികൾ 3 മാസമായി തുടരുന്ന സമരം പിൻവലിച്ചു. 2 മാസത്തെ തുക നൽകാൻ അധികൃതർ തയ്യാറായതോടെയാണ് സമരം പിൻവലിച്ചത്. 9 മാസത്തെ കുടിശ്ശികയായ 90 കോടി രൂപയിൽ 2 മാസത്തെ തുക നൽകാമെന്നാണ് കമ്പനി ഭാരവാഹികൾ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായത്. ബാക്കി തുക അടുത്ത മാസം അവസാനത്തോടെ നൽകുമെന്നാണ് സൂപ്രണ്ട് അറിയിച്ചത്. ഈ സാഹചര്യത്തിലാണ് സമരം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഓൾ കേരള കെമിസ്റ്റ്സ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ തീരുമാനിച്ചത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് 25.5 കോടി രൂപ, കാരുണ്യ ബലവന്റ് പദ്ധതിയിൽ നിന്ന് 10.5 കോടി രൂപ എന്നിങ്ങനെ 36 കോടി രൂപയാണ് കാത്ത് ലാബിലേക്ക് സ്റ്റെന്റ് ഉൾപ്പെടെ നൽകിയതിന് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. മരുന്നു വിതരണവും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യതയും നിലച്ചതോടെ ശസ്ത്രക്രിയ ഉൾപ്പെടെ മുടങ്ങിയിരുന്നു. നേരത്തെ കാസ്പിൽ ഉൾപ്പെടുത്തി ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ ആശുപത്രി വികസന സമിതിയുടെ സർജിക്കൽ ഷോപ്പിൽ നിന്ന് ഇംപ്ലാന്റ് ഉൾപ്പെടെ ലഭ്യമാക്കിയിരുന്നു. ഇത് മുടങ്ങിയ അവസ്ഥയായിരുന്നു. മരുന്നു വിതരണമടക്കം മുടങ്ങിയതോടെ ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരായ ആയിരക്കണക്കിന് രോഗികളാണ് ദുരിതത്തിലായത്. വിതരണ കമ്പനികൾ ആശുപത്രി സൂപ്രണ്ടിനും ആരോഗ്യമന്ത്രിക്കുമടക്കം നിരവധി തവണ നിവേദനം നൽകിയിട്ടും കുടിശ്ശിക അനുവദിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. രോഗികളടക്കം പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ സാഹചര്യത്തിലാണ് മുഖം രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് ആശുപത്രി അധികൃതർ കടന്നത്. ഏതായാലും മരുന്നു വിതരണം പുനരാരംഭിച്ചത് രോഗികൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. ജനം, കോഴിക്കോട്. ഹമാസ് അധികാരത്തിൽ നിന്നും ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഗാസയിൽ പ്രതിഷേധം. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഉണ്ടാകുന്ന ശക്തമായ ജനകീയ പ്രതിഷേധമാണ് ഗാസയിൽ ഹമാസിനെതിരെ അരങ്ങേറിയത്. ബെയ്ത്ലാഹിയിലുണ്ടായ പ്രതിഷേധ പ്രകടനത്തെ ആയുധങ്ങളുമായി എത്തിയ ഹമാസ് ഭീകരർ അടിച്ചോടിച്ചു. ജിഹാദികൾ ഇസ്രായേലിനെതിരെ ഗാസയിൽ നിന്നും റോക്കറ്റ് ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് പ്രതിഷേധം അരങ്ങേറിയത്. US-ൽ വോട്ട് ചെയ്യാൻ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമായി ഹാജരാക്കണമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ബാലറ്റുകൾ സ്വീകരിക്കുന്നതിന് മുൻപ് രേഖകൾ ഹാജരാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാനങ്ങൾ ഫെഡറൽ ഏജൻസികളുമായി വോട്ടർ പട്ടിക പങ്കുവയ്ക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. 3 വർഷത്തിലേറെ നീണ്ട റഷ്യ-യുക്രൈൻ സംഘർഷം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നുവെന്ന് സൂചന. റഷ്യയും യുക്രൈനും കരിങ്കടലിൽ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചതായി അമേരിക്ക അറിയിച്ചു. വെടിനിർത്തൽ നടപ്പാകും മുൻപ് റഷ്യൻ കമ്പനികൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണം എന്ന നിലപാട് റഷ്യ മുന്നോട്ട് വെച്ചു. അതേസമയം കരാർ നടപ്പാക്കുന്നത് മുതൽ കരിങ്കടലിൽ റഷ്യൻ സൈനിക കപ്പലുകൾ വിന്യസിച്ചാൽ ധാരണയുടെ ലംഘനമാണെന്നും യുക്രൈൻ പറഞ്ഞു. മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഇഡിക്ക് അനുമതി. ഹൈക്കോടതിയാണ് അനുമതി നൽകിയത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിനെതിരായ ഹർജികൾ തള്ളിക്കൊണ്ടാണ് നടപടി. നേരത്തെ വിജിലൻസ് അന്വേഷിച്ച കേസിൽ ഇഡി പ്രാഥമിക അന്വേഷണം നടത്തി. ECIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നുവെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ.
സപ്ലൈകോയിലേക്ക് തേയില വാങ്ങിയതിൽ ക്രമക്കേട് കണ്ടെത്തിയ കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. ക്രമക്കേട് വഴി സപ്ലൈകോയ്ക്ക് 8.91 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കേസ്. കേസിൽ സപ്ലൈകോ തേയില വിഭാഗം ഡെപ്യൂട്ടി മാനേജറടക്കം 3 ഉദ്യോഗസ്ഥരാണ് പ്രതികൾ. ഡമ്മി കമ്പനികളെ ഉപയോഗിച്ച് ഈ ടെൻഡറിൽ ക്രമക്കേട് കാണിച്ചെന്നാണ് കണ്ടെത്തൽ. 10 മുതൽ 15% വരെ വില കൂട്ടിയായിരുന്നു തേയില വാങ്ങിയിരുന്നത്. കേസിൽ പ്രതികളുടെ 8 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരുന്നു. നേരത്തെ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർച്ചയായാണ് ഇഡി അന്വേഷണം ഏറ്റെടുത്തത്. സപ്ലൈകോ ടി ഡിവിഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഷെൽജി ജോർജാണ് 1-ാം പ്രതി. സ്വന്തം തേയിലത്തോട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തേയില മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം ലംഘിച്ചായിരുന്നു കരാർ. മറ്റിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നിലവാരം കുറഞ്ഞ തേയിലയായിരുന്നു ക്രമക്കേടിൽ ഉൾപ്പെട്ട തേയില എസ്റ്റേറ്റുകൾ നൽകിയിരുന്നത്. 2017 മുതൽ 2019 ജൂൺ വരെയാണ് തട്ടിപ്പ് നടന്നത്. ക്രമക്കേട് വഴി ഷെൽജി 2.66 കോടിയുടെയും അശോക് ഭണ്ഡാരി 1.26 കോടിയുടെയും നേട്ടമുണ്ടാക്കിയതായിരുന്നു നേരത്തെ കണ്ടെത്തിയിരുന്നത്. ജനം, കൊച്ചി. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ഹാജരാകാൻ കെ രാധാകൃഷ്ണൻ എംപിക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഇഡി. ഏപ്രിൽ 7-ന് ശേഷം ഹാജരായാൽ മതി. ഏപ്രിൽ ആദ്യവാരം വീണ്ടും സമൻസ് നൽകും. കെ രാധാകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം കുറ്റപത്രം സമർപ്പിക്കും. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകാത്തത് കുറ്റപത്രം നൽകുന്നത് വൈകിച്ചിരുന്നു. നേരത്തെ 2 തവണ ലഭിച്ച സമൻസുകളിലും ഹാജരാകാതിരുന്ന കെ രാധാകൃഷ്ണൻ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതും അതിനുശേഷം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടതും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹാജരാകാതിരുന്നത്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കള്ളപ്പണത്തിന്റെ പങ്ക് CPM-നും ലഭിച്ചതായുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ക്രമക്കേട് നടന്ന കാലഘട്ടത്തിലെ CPM ജില്ലാ സെക്രട്ടറിമാരെ ചോദ്യം ചെയ്യേണ്ടത് നിർണായകമായിരുന്നു. പാർട്ടിയുടെ 77 ലക്ഷം രൂപയുടെ സ്വത്തുവകകളും കണ്ടുകെട്ടിയിരുന്നു. മുൻ മന്ത്രി കൂടിയായ മുൻ ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, ജില്ലാ സെക്രട്ടറിയായിരിക്കെ MM വർഗീസ് എന്നിവരെ ഇഡി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. മുൻ മന്ത്രി മുൻ സ്പീക്കറുമായിരുന്ന കെ രാധാകൃഷ്ണൻ 2016-ലും 2017 മുതലും CPM ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സമൻസുകളിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് മൊഴി ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കുന്നതിനെക്കുറിച്ചും കോടതി അനുമതിയോടെ ചോദ്യാവലി കൈമാറുന്നതിനെക്കുറിച്ചും അന്വേഷണ സംഘം ആലോചിച്ചിരുന്നു. ഹാജരാകാത്തത് വ്യക്തമാക്കി അഡീഷണൽ ഡയറക്ടർക്ക് അന്വേഷണ യൂണിറ്റ് റിപ്പോർട്ടും നൽകിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹാജരാകാൻ കൂടുതൽ സമയം അനുവദിക്കാനും ഇതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കാനും തീരുമാനിച്ചത്. ജനം, കൊച്ചി. സംസ്ഥാന സർക്കാരിന് പിന്നാലെ വിലങ്ങാട് ദുരിതബാധിതരോട് ക്രൂരത കാട്ടി വാണിമേൽ പഞ്ചായത്തും. ഉരുൾപൊട്ടലിൽ സ്ഥലവും വീടും അടക്കം നഷ്ടപ്പെട്ടവർക്ക് നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട നോട്ടീസ്. ഇതിനകം നിരവധി പേർക്കാണ് ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചത്. കഴിഞ്ഞ വർഷമുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്കാണ് സർക്കാർ സംവിധാനങ്ങളുടെ അവഗണനയും ക്രൂരതയും ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ദുരിതബാധിതർക്ക് പിണറായി സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങൾ പോലും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുമ്പോഴാണ് പഞ്ചായത്തും ദുരിതബാധിതരെ കൈവിടുന്നത്. വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം പോലും പലർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. വാടക വീടുകളിൽ കഴിയുന്നവർക്ക് നൽകാമെന്നേറ്റ തുകയും അനുവദിച്ചിട്ടില്ല. വീടും വരുമാനമാർഗവും നഷ്ടപ്പെട്ട് ജീവിതം പ്രതിസന്ധിയിലായവരെയാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തും അവഗണിക്കുന്നത്. വീട്ടുനികുതി അടയ്ക്കാനുള്ള നോട്ടീസ് വീടുകൾ നഷ്ടപ്പെട്ട പലർക്കും അയക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മഞ്ഞച്ചീളി സ്വദേശി സോണിക്ക് 15 ദിവസത്തിനകം പണമടയ്ക്കാനുള്ള ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചത്. ഞാനിപ്പോ ഇത് പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? പഞ്ചായത്തിൽ ഞാൻ നികുതി അടയ്ക്കുകയോ അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് ചൂണ്ടിക്കാണിക്കും അയാൾക്ക് വീടുണ്ട്, അയാൾ നികുതി അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് മറ്റേത് വീട് ക്യാൻസൽ ആക്കണം. അതുകൊണ്ട് ഞാനിത് പ്രതികരിച്ചു. പലർക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോ പഞ്ചായത്തിൽ നിന്ന് യാതൊരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല നമ്മുടെ വീട് പോയത്. ദുരന്തബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച തുക ലഭിക്കേണ്ട പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തി കൂടിയാണ് സോണി. നികുതി ഒഴിവാക്കാൻ അപേക്ഷ നൽകാൻ ദുരന്തബാധിതരോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അപേക്ഷ നൽകാത്തതുകൊണ്ടാണ് നോട്ടീസ് അയച്ചതെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ദുരന്തബാധിതർ ആരൊക്കെയാണെന്നും നഷ്ടങ്ങളുടെ തോത് എത്രയാണെന്നും കൃത്യമായി അറിയുന്ന പഞ്ചായത്ത് തന്നെ ഇത്തരം ന്യായീകരണം കണ്ടെത്തുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. ഇടത് വലത് മുന്നണികൾ ഒരുപോലെ ദുരന്തബാധിതരെ അവഗണിക്കുകയാണെന്ന വിമർശനം സാധൂകരിക്കുന്നതാണ് പുതിയ സാഹചര്യങ്ങൾ. ജനം, കോഴിക്കോട്. കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കോളേജിന്റെ അന്വേഷണം പൂർത്തിയായി. അതേസമയം വിദ്യാർത്ഥികളെല്ലാം അവസാന വർഷ വിദ്യാർത്ഥികളായതിനാൽ ഇവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ കഴിയില്ലെന്നാണ് കോളേജിന്റെ നിലപാട്. അറസ്റ്റിലായ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപക സമിതി മൊഴിയെടുത്തിരുന്നു. കളമശ്ശേരി പോളിടെക്നിക്കൽ കോളേജിൽ കഞ്ചാവ് പിടികൂടിയതിന് പിന്നാലെയായിരുന്നു കോളേജ് ആഭ്യന്തരാന്വേഷണം പ്രഖ്യാപിച്ചത്.
കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ അധ്യാപക സമിതി വിദ്യാർത്ഥികളുടെ മൊഴികളാണ് ആദ്യം രേഖപ്പെടുത്തിയത്. ഹോസ്റ്റലിലെ കഞ്ചാവ് വിൽപ്പനയിൽ ബന്ധമില്ലെന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അഭിരാജാർ പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിക്കും ഷാലിക്കും കഞ്ചാവ് കച്ചവടം ചെയ്യുന്നവരാണെന്ന് തനിക്കറിയില്ലായിരുന്നു. കോളേജ് പഠനകാലത്തുള്ള പരിചയമാണ് ഇരുവരുമായിട്ടുള്ളതെന്നും അഭിരാജ് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഹോസ്റ്റലിന്റെ ചുമതലയുണ്ടായിരുന്ന വിവിധ കമ്മിറ്റികളുടെ ഭാഗമായ വിദ്യാർത്ഥികളുടെ മൊഴിയും രേഖപ്പെടുത്തി. കേസിൽ അറസ്റ്റിലായ 3-ാം വർഷ വിദ്യാർത്ഥികളായ അനുരാജ്, ആകാശ് എന്നിവർ ജയിലിലാണ്. ഇവരുടെ മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതേസമയം വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകില്ല. ഇവരെല്ലാം അവസാന വർഷ വിദ്യാർത്ഥികളായതിനാൽ നടപടിയെടുക്കാൻ കഴിയില്ലെന്നാണ് കോളേജിന്റെ നിലപാട്. ജനം, കൊച്ചി. കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകാൻ ശ്രമമെന്ന് പരാതി. ആലപ്പുഴ വള്ളിക്കുന്നം SHO ബിനുകുമാറിനെതിരെയാണ് തിരുവനന്തപുരം പൗടിക്കോണം സ്വദേശി ഹരിലാലിന്റെ പരാതി. വധശ്രമക്കുറ്റം ചുമത്തി ഹരിലാലിനെ അറസ്റ്റ് ചെയ്തെങ്കിലും 15 വർഷം പിന്നിട്ടിട്ടും കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. കള്ളക്കേസായതിനാലാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതെന്ന് ഹരിലാൽ ആരോപിക്കുന്നു. തിരുവനന്തപുരം പൗടിക്കോണം സ്വദേശിയായ ഹരിലാലിനാണ് കഴിഞ്ഞ 16 വർഷത്തിലധികമായി പോലീസിന്റെ പീഡനത്തെ തുടർന്ന് നീതി നിഷേധിക്കപ്പെട്ടത്. വധശ്രമക്കുറ്റം ചുമത്തി 2008-ലാണ് ഹരിലാലിനെ ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് പലതവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും ഹരിലാൽ പരാതിപ്പെടുന്നു. എന്നെ 2008 പിടിച്ചുകൊണ്ട് പോകും, മൃഗീയമായി ഉപദ്രവിക്കുകയും മാനുഷിക പരിഗണന പോലും നൽകാതെ എന്നെ അത്രമാത്രം ഉപദ്രവിക്കുകയും ചെയ്തു. അന്ന് CA ആയിരുന്ന, മെഡിക്കൽ കോളേജ് CA ആയിരുന്ന സുരേഷ് കുമാർ ഉൾപ്പെടെ ഇതിൽ പങ്കാളിയായിരുന്നു. എന്നെ മുളകുകൾ കണ്ണിലൊഴിക്കുവാനും മറ്റും ഇവർ രണ്ടുപേരും വളരെയധികം ജാഗ്രതയിലാണ്. ഈ കള്ളക്കേസെടുത്ത ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും സ്ഥാനക്കയറ്റം കൊടുത്തിയാൽ ഇത് ഹൈക്കോടതി മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത് ഒരു നല്ല ഒരു സന്ദേശമായിരിക്കില്ല കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന് ഒരു കാരണവശാലും സ്ഥാനക്കയറ്റം കൊടുക്കരുതെന്നും ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തി വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. താൻ ഉൾപ്പെടെ പ്രതി ചേർത്ത കേസിൽ മറ്റു പ്രതികളിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതുതന്നെ കേസ് കെട്ടിച്ചമച്ചതിന് തെളിവാണെന്നും ഹരിലാൽ വ്യക്തമാക്കുന്നു. ഇതിൽ 8 പ്രതികൾ ഉണ്ടായിട്ടും 16 വർഷമായിട്ടും എന്നെ അല്ലാതെ ഒരു പ്രതിയെ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുകയോ 16 വർഷമായിട്ടും ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുക്കുവാനും സാധിച്ചിട്ടില്ല. മനഃപൂർവ്വം രാഷ്ട്രീയ വിരോധത്താൽ കള്ളക്കേസ് ഉണ്ടാക്കി 21 ദിവസം ജയിലിൽ കിടക്കുകയും എനിക്ക് എൻ്റെ മകൻ്റെയോ അടുത്ത് പോകാൻ പോലും പാസ്പോർട്ട് എടുക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടാക്കി. നിരന്തരമായി കാപ്പ കേസുകൾ ഉൾപ്പെടുത്തി 6 ദിവസം കഴിയുമ്പോൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ വിട്ടയച്ചു. റൗഡി ഹിസ്റ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതി റൗഡി ഹിസ്റ്ററി ഷീറ്റ് റദ്ദാക്കി. നിരന്തരമായി പോലീസിൽ നിന്നും ഇതേപോലെയുള്ള ദുഷ്അനുഭവങ്ങളാണ്. അന്ന് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായിരുന്ന ബിനുകുമാർ രാഷ്ട്രീയ വൈരാഗ്യം മൂലം തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഹരിലാൽ പറയുന്നത്. തെളിവുകളുടെ അഭാവം മൂലമാണ് 16 വർഷം പിന്നിടുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കുവാൻ പോലും പോലീസിന് കഴിയാത്തതെന്നും ഹരിലാൽ പറയുന്നു. ഞാൻ BJP പ്രവർത്തകനായിരുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്നെ അന്നത്തെ മെഡിക്കൽ കോളേജ് CA ആയിരുന്ന T. സുരേഷ് ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നെ. ആ വിവരം ഞാൻ കോടതി മുമ്പാകെ എന്നെ റിമാൻഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു. ആ വിരോധം തീർക്കുവാൻ വേണ്ടി മാത്രമാണ് 2008 ഈ ബിനുകുമാർ എന്നെ ഈ കള്ളക്കേസിൽ പ്രതിയാക്കിയത്. തനിക്ക് നേരിട്ട പീഡനങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുകയും ചെയ്തു. തന്റെ ജീവിതം നശിപ്പിച്ച ഉദ്യോഗസ്ഥന് നിലവിൽ സ്ഥാനക്കയറ്റം നൽകാനാണ് വകുപ്പ് നീക്കം. വ്യക്തിവൈരാഗ്യം തീർക്കാൻ കൃത്യനിർവഹണം ദുരുപയോഗം ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഹരിലാൽ ആവശ്യപ്പെടുന്നു. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ അച്ഛനെ ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ യുവാവ് റിമാൻഡിലായി. പനായി സ്വദേശി അശോകനെ കൊലപ്പെടുത്തിയ കേസിലാണ് മകൻ സുധീഷിനെ കോടതി റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് മകൻ അച്ഛനെ കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ഉപയോഗിച്ച കമ്പി വീടിനുള്ളിൽ നിന്ന് കണ്ടെടുത്തു. വിരലടയാള വിദഗ്ധരും സ്ഥലം പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചു. തൃശൂർ കൊരട്ടി ചിറങ്ങരയ്ക്ക് പിന്നാലെ ചാലക്കുടി ടൗണിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. സൗത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടുപറമ്പിലാണ് പുലി എത്തിയത്. പുലി നടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കണ്ടത് പുലിയെ തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. നഗരത്തിൽ പുലി എത്തിയതോടെ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു.
ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടിലെ CCTVയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് വനം വകുപ്പ് RRT സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. CCTV ദൃശ്യങ്ങളും കാൽപ്പാടുകളും പരിശോധിച്ചതിൽ നിന്നും എത്തിയത് പുലി തന്നെയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. പുലിയാണെന്ന സ്ഥിരീകരണം വന്നതോടെ പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ. പ്രദേശത്തെ തെരുവു നായ്ക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചാലക്കുടി ടൗണിൽ പുലി എത്തിയതോടെ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗവും വിളിച്ചു ചേർത്തു. തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനായാണ് യോഗം വിളിച്ചു ചേർത്തത്. ദിവസങ്ങൾക്കു മുൻപ് കൊരട്ടി, ചിറങ്കര, മംഗലശ്ശേരി ഭാഗങ്ങളിൽ പുലിയെ കണ്ടത് വലിയ പരിഭ്രാന്തിക്ക് ഇടയാക്കിയിരുന്നു. പുലിയെ പിടികൂടാനായി 2 കൂടുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പുലിയെ കണ്ട് 10 ദിവസത്തിനു ശേഷവും കൊരട്ടിയിലെ പുലി കൂട്ടിൽ അകപ്പെട്ടിട്ടില്ല. ഇതിനിടെയാണ് ചിറങ്ങലയിൽ നിന്നും അധികം ദൂരമില്ലാത്ത ചാലക്കുടിയിലും പുലിയെത്തിയത്. ജനം, തൃശൂർ. കാസർഗോഡ് കൊളത്തൂരിൽ പുലി കൂട്ടിൽ കുടുങ്ങി. കൊളത്തൂരിലെ ജനാർദ്ദനന്റെ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ആൺപുലിയാണെന്നാണ് പ്രാഥമിക നിഗമനം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പുലിയെ പള്ളത്തിങ്കാലിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റി. കഴിഞ്ഞ മാസവും ഈ ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിൽ പെൺപുലി കുടുങ്ങിയിരുന്നു. വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം തുടർച്ചയായതോടെയാണ് പല സ്ഥലങ്ങളിലായി കൂടുകൾ സ്ഥാപിച്ചത്. കോഴിക്കോട് നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരമായി നിർദ്ദേശിച്ച പാർക്കിംഗ് പ്ലാസ കടലാസിൽ തന്നെ 2019 ടെൻഡർ ക്ഷണിച്ചെങ്കിലും 6 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം എങ്ങും എത്തിയില്ല. നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്ക് എതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയിലാണ് കിഡ്സ് ആൻഡ് കോർണറിലെ 22.7 സെന്റ് സ്ഥലത്ത് ആധുനിക സൗകര്യത്തോടെ പാർക്കിംഗ് കേന്ദ്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 30 കോടി രൂപ മുതൽ മുടക്കിയാണ് നിർമ്മാണമെന്നായിരുന്നു പ്രഖ്യാപനം. കിഡ്സ് ആൻഡ് കോർണറിലെ കച്ചവടക്കാരെ ഒഴിപ്പിച്ച് സത്രം കെട്ടിടം പൊളിച്ചാണ് സ്ഥലം കണ്ടെത്തിയത്. എന്നാൽ വർഷമാറു കഴിഞ്ഞിട്ടും പണി തുടങ്ങിയിട്ട് പോലുമില്ല. അതിന്റെ പ്രാഥമിക നടപടികൾ ഒന്ന് തറക്കല്ലിടാൻ പോലും കോഴിക്കോട് കോർപ്പറേഷൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം, അവിടുത്തെ തൊഴിലാളികളെ, അവിടെ കച്ചവടം നടത്തിയുള്ള ആളുകളെ ഒഴിപ്പിച്ച് ഏകദേശം 12-13 കച്ചവടക്കാർ പെരുവയിലാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് 1.5 വർഷം കൊണ്ട് പണി പൂർത്തീകരിച്ച് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളെ പുനരധിവസിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് അവരെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. 30 കോടി രൂപ അന്ന് PPP മോഡലാണെങ്കിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 40 കോടി രൂപയെങ്കിലും ആവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ വർഷങ്ങൾ കഴിയും തോറും അത് ജനങ്ങളുടെ നികുതി പണത്തെ ബാധിക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ഇത് കോഴിക്കോട് കോർപ്പറേഷൻ കൃത്യമായ കെടുകാര്യസ്ഥതയാണ്. സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കാനുള്ള സാങ്കേതിക പ്രശ്നമെന്നാണ് നഗരസഭ പറയുന്നത്. എന്നാൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ സ്വകാര്യ കമ്പനിക്കാണ് കരാർ നൽകിയതെന്നും പ്രതിപക്ഷം പറയുന്നു. ടെൻഡർ സമയത്തു തന്നെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഭരണസമിതി കരാർ നൽകിയതിന് പിന്നിൽ അഴിമതിയാണെന്ന വിമർശനവും ശക്തമാണ്. മാനാഞ്ചിറ, പാളയം, മിഠായി തെരുവ് തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങളിലെ പാർക്കിംഗ് പ്രതിസന്ധി വർദ്ധിക്കുമ്പോൾ നഗരസഭ സാങ്കേതിക പ്രശ്നങ്ങൾ മാറ്റാനും നിർമ്മാണം തുടങ്ങാനും ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്. പ്രായം വെറും നമ്പറായപ്പോൾ പൊട്ടിച്ചിരിയുടെ കിലുകിലുക്കങ്ങളുമായി അവർ ഒത്തുചേർന്നു. കൊച്ചിയുടെ കാഴ്ചകൾ കണ്ണിറയെ കണ്ട് കളിച്ചിരികളുമായുള്ള വിനോദയാത്ര വേറിട്ടൊരു അനുഭവമായിരുന്നു ഓരോരുത്തർക്കും. 60 വയസ്സു കഴിഞ്ഞവർക്കായി മുത്തോലി പഞ്ചായത്ത് ഒരുക്കിയ ഏകദിന വിനോദയാത്രയാണ് ഒത്തുചേരലിന്റെ സന്തോഷം പകർന്നത്. പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനി നീച്ചോല, കുമ്പലിനോ കാഞ്ഞാടുവേല, ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ ഉദ്യാന പാലകൻ വന്നതിനാലോ ആപാദ ചൂടമീ രാഗപരാഗം ആകത്തലർക്കുമീ രോമാഞ്ചം ഓട്ടാടി തിടുക്കം തനിച്ചല്ലേ ഒന്നാം മുല്ലയിളങ്കൊടി മുല്ലമേൽ കേറിക്കോ പെണ്ണേ പൂവരിക്കാൻ, മുല്ലയിളങ്കൊടി മുല്ലയിൽ കേറിക്കോ പെണ്ണേ പൂവരിക്കാൻ,
പൂവരിക്കടി പൂക്കണ്ണി കൊത്തടി കോർത്തെടുക്കടി മണ്ണപ്പെണ്ണേ പൂവരിക്കടി പൂക്കണ്ണി കൊത്തടി കോർത്തെടുക്കടി മണ്ണപ്പെണ്ണേ. ഇങ്ങനെ ആടിയും പാടിയും യാത്ര ആഘോഷമാക്കിയപ്പോൾ അവരെല്ലാം കൂടുതൽ ചെറുപ്പമായി. സമപ്രായക്കാർക്കൊപ്പം കളിച്ചിരികളുമായി നീങ്ങിയപ്പോൾ മനസ്സിനും ചെറുപ്പം. മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവന്റെ നേതൃത്വത്തിൽ 13 പഞ്ചായത്ത് അംഗങ്ങൾക്കൊപ്പമാണ് പ്രായമായ 300 പേർ കൊച്ചി കാഴ്ചകൾ കാണാനിറങ്ങിയത്. ആദ്യം ഹിൽ പാലസ്, പിന്നെ ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, കൊച്ചി മെട്രോയും കായൽ കാഴ്ചകളും എല്ലാം കണ്ടു നീങ്ങിയപ്പോൾ 60+ എന്ന പ്രായം മാറി നിന്നു. ചെറുപ്പക്കാരേക്കാൾ ആവേശമായിരുന്നു എല്ലാവർക്കും. ഒരുപോലെ ആണ് വന്നതും പോകുന്നതും. അതുപോലെ തന്നെ പറയുന്നത് തൃപ്പൂണിത്തുറ പാലസ് കണ്ടു. എല്ലാം പോയി കണ്ടു. എല്ലാവരും കൂടെ കൂടി ഭക്ഷണമൊക്കെ കഴിക്കാൻ നിൽക്കുന്ന ക്യൂരിയിരിക്കുന്ന നല്ല ശേരാണ്. പാട്ടൊക്കെ പാടി എല്ലാവരും കുറച്ചൊക്കെ പാടി. നല്ല അടിപൊളി കുറച്ചൊക്കെ കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. എല്ലാം കണ്ടു. സുഖമായിരുന്നു. പാട്ടൊക്കെ പാടിയോ? പാട്ടൊന്നും പാടിയില്ല. വയോജനങ്ങളുടെ മാനസികോല്ലാസം പൊതുസമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയാണ് ഇത്തരമൊരു യാത്ര മുത്തോലി പഞ്ചായത്ത് ഒരുക്കിയത്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ വീട്ടില് പേരക്കുട്ടികളൊക്കെ നോക്കി ഇരിക്കുന്ന ഈ കാലഘട്ടത്തില് അവർക്ക് സ്വന്തമായിട്ട് പുറത്തു പോകാനും അവർക്ക് സ്വന്തമായിട്ട് സ്ഥലങ്ങൾ കാണാനൊന്നും സാധിക്കാത്ത സാഹചര്യത്തിൽ മുത്തോലി ഗ്രാമപഞ്ചായത്ത് സൗജന്യമായിട്ട് ഒരു യാത്ര ഒരു ദിവസം യാത്ര അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സൗജന്യമായിട്ട് ഫുഡും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഹിൽ പാലസിൽ കയറുന്നതിനുള്ള കാര്യങ്ങൾ, ഫുഡ് കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, അതുപോലെ ഹിൽ പാലസ്, അതുപോലെ തന്നെ വെള്ളാർപാടം, അങ്ങനെ നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടി തന്നെ തിരിച്ച് അവരെ എത്തിച്ച് വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിച്ച് വീടുകളിൽ എത്തിച്ച് ആണ് യാത്ര തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്തത്. എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വവുമായി പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവനും മറ്റു മെമ്പർമാരും മുന്നിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം പരിരക്ഷാ പദ്ധതി, സൗജന്യ ആംബുലൻസ് തുടങ്ങി ജനകീയമായ നിരവധി പദ്ധതികളിലൂടെ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയായിരുന്നു മുത്തോലി. തീർത്തും സൗജന്യമായിരുന്നു വയോജന വിനോദയാത്ര. പഴയ സൗഹൃദങ്ങൾ പുതുക്കിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ഒരുമിച്ച് കൂടലൊരു അനുഭവമാക്കിയാണ് തിരികെ വീട്ടിലേക്കുള്ള യാത്ര. കണ്ട കാഴ്ചകൾ മക്കളോടും കൊച്ചുമക്കളോടും പറയണം. അവർ വന്ന് സ്കൂൾ കഥകൾ പറയുന്നത് പോലെ നിങ്ങളെക്കാൾ ചെറുപ്പമാണ് ഞങ്ങളെന്ന് അവരോട് പറയാതെ പറയണം. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ചായ വിറ്റ് ജീവിതത്തിന് നിറം പകരുകയാണ് ചേർത്തല സ്വദേശിയായ അമല മാത്യു എന്ന ഡേറ്റ അനലിസ്റ്റ് വിദ്യാർത്ഥിനി. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പഠന ചെലവ് സ്വന്തമായി കണ്ടെത്തണമെന്ന നിശ്ചയദാർഢ്യവും 18-ാം വയസ്സു മുതൽ ചായക്കടകളിൽ ജോലി ചെയ്ത പരിചയവുമാണ് അമലയുടെ കൈമുതൽ. ദേശീയപാതയ്ക്കരികിൽ ചേർത്തല പോലീസ് സ്റ്റേഷനടുത്താണ് അമലയുടെ തേയില എന്ന കുഞ്ഞു ചായക്കട. ഇതുവരെയുള്ള സമ്പാദ്യവും സ്വർണം പണയം വെച്ച 1 ലക്ഷം രൂപയും ചേർത്താണ് 2 മാസം മുമ്പ് അമല തേയില ആരംഭിച്ചത്. 3 വർഷമായി പഠനത്തോടൊപ്പം പാർട്ട് ടൈമായി ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അമല. അങ്ങനെയാണ് സ്വന്തമായി ചായക്കട എന്ന ആശയം മനസ്സിലുദിച്ചത്. 2 റെസ്റ്റോറൻറ്റിലും ഒരു ചായവാല എന്ന് പറഞ്ഞിട്ട് ഒരു ടീ കാട്ട് അങ്ങനെ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു 3 വർഷത്തിനടുത്തായി. അപ്പോൾ എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് ഞാനിപ്പോൾ വർക്ക് ചെയ്തെടുത്ത് എനിക്ക് എൻ്റെ ടൈം അനുസരിച്ച് എനിക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ടൊരു ചെറിയൊരു ഇത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെല്ലാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടി, കുറച്ച് റിസ്ക് കൂടി, അങ്ങനെ എനിക്ക് തോന്നുന്നു. കാക്കനാട് ഇൻഫോ പാർക്കിൽ ഡേറ്റ അനലിസ്റ്റ് കോഴ്സിന് പഠിക്കുകയാണ് അമല. ഉച്ചവരെയാണ് ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് 4 മണിയോടെ ചേർത്തലയിലെത്തും. പിന്നെ കടയിലെ തിരക്കുകളിലാണ്.
ഏലയ്ക്ക മുതൽ ഇഞ്ചി വരെ നീളുന്ന ചായ രുചികൾക്ക് ആരാധകർ ഏറെയാണ്. ദിവസം 100 മുതൽ 130 ചായ വരെ വിൽക്കും. പഠിക്കാനുള്ള ചെലവ് കണ്ടെത്തുന്നതും ഇതിൽ നിന്ന് തന്നെ. ഷോപ്പിന്റെ ടൈം വരുന്നത് 4 മണി തൊട്ട് 10 മണി വരെയാണ്. എനിക്ക് ക്ലാസ് ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരും, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. ചായയും സ്നാക്സും മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ലാതെ പോകുന്നു. എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ പേരൻസ് ആണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒരാൾ ഉണ്ട്, ഞങ്ങൾ 2 പേരാണ്. അപ്പോൾ ആളാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. വൈകിട്ട് 5 മുതൽ രാത്രി 10 മണി വരെയാണ് കടയുടെ പ്രവർത്തന സമയം. തിരക്ക് കൂടുമ്പോൾ സഹായിക്കാൻ സുഹൃത്തുക്കളോ അച്ഛനോ എത്തും. ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന മുറയ്ക്ക് അമലയുടെ കടയും മാറ്റേണ്ടി വരും. അതിനു മുമ്പ് പുതിയ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അമല. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷ ദിലീപ്, ജനം, ആലപ്പുഴ. അസ്ഥി നുറുങ്ങുന്ന അപാരവേദനയാൽ കരഞ്ഞു തളർന്നതാണ് ചോദിയുടെ ബാല്യവും കൗമാരവും. കഴിഞ്ഞുപോയ കാലത്തെ പാട്ടുപാടി തിരിച്ചുപിടിച്ചു അവൾ. തിരുവനന്തപുരം കാട്ടാക്കട ചെമ്പനാകോട് സ്വദേശി ചോദിക്ക് സംഗീതമാണ് ഇന്ന് ജീവിതം. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി നിന്നിയിൽ ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. AIADMK NDAയിലേക്ക് മടങ്ങുമോ? ദേശീയ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഇന്നലെയും ഇന്നുമായി ഈ ചർച്ചകൾ സജീവമാണ്. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് BJP നേതാക്കളുമായി ചർച്ച ചെയ്തതെന്ന പ്രതികരണമാണ് എടപ്പാടി പളനിസ്വാമി മാധ്യമങ്ങളോട് നടത്തിയത്. എന്നാൽ സഖ്യ ചർച്ചകളാണ് നടന്നതെന്ന് NDA വൃത്തങ്ങളും സൂചന നൽകുന്നു. 2026 തമിഴ്നാട്ടിൽ NDA സർക്കാരെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമിത്ഷാ എക്സിൽ കുറിച്ചിരുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഇന്നലെ രാത്രിയാണ് ഡൽഹിയിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കൃഷ്ണമേനോൻ മാർഗിലെ ഔദ്യോഗിക വസതിയിലെത്തി എടപ്പാടി പളനിസ്വാമി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹം നിലവിൽ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമാണ്. ഈ കൂടിക്കാഴ്ച 45 മിനിറ്റ് നീണ്ടു നിന്നു. ഇതിൽ NDAയിലേക്കുള്ള AIADMKയുടെ മടക്കമാണ് പ്രധാനമായും ചർച്ചയായത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് തമിഴ്നാട് ഒരു വളരെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മെല്ലെ മെല്ലെ കടക്കുകയാണ്. അടുത്ത വർഷം ഏപ്രിൽ മാസത്തിലാണ് തമിഴ്നാട്, കേരളം, പുതുച്ചേരി, അതോടൊപ്പം അസം, പശ്ചിമ ബംഗാൾ എന്നീ 5 നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനാൽ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം തിരിച്ച് ഡൽഹിയിൽ NDAയിലേക്ക് മടങ്ങുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുകയാണ്. 2023 സെപ്റ്റംബർ മാസമാണ് AIADMK BJP ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ NDA ബന്ധം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയത്. പിന്നീട് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി AIADMKക്ക് തമിഴ്നാട്ടിൽ നേരിടേണ്ടി വന്നു. അതായത് BJPയുമായി സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ കാര്യമായ ഒരു ചലനവും AIADMKക്ക് തമിഴ്നാട്ടിൽ രൂപപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന കൃത്യമായ ബോധ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായി. അതിനാൽ AIADMKയിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ BJP സഖ്യമുണ്ടാക്കണം, എങ്കിൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും അധികാരത്തിലേക്ക് തിരികെ എത്താൻ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് അധികാരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന വികാരമാണ് പാർട്ടിക്കകത്തുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ രാത്രി എടപ്പാടി പളനിസ്വാമിയും കൂട്ടരും ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത്. രോഹിണി. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC നേതൃത്വത്തിനെതിരെ കോട്ടായി മണ്ഡലം കമ്മിറ്റി KPCC പ്രസിഡന്റിന് പരാതി നൽകി. ഗ്രൂപ്പിസമാണ് ജില്ലയിലാകെ എന്ന് കോട്ടായി മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ പറഞ്ഞു. ഗ്രൂപ്പിസത്തിൽ മനം മടുത്ത് 14 പേർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. പെരിങ്ങോട്ടുകുറിശ്ശിക്ക് പിന്നാലെ കോട്ടായി പഞ്ചായത്തിലും കോൺഗ്രസിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. DCC നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോട്ടായി മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി.
ഗ്രൂപ്പ് നേതാക്കളുടെ താൽപര്യം മാത്രമാണ് സംരക്ഷിക്കുന്നതെന്നും നട്ടലില്ലാത്ത നേതൃത്വമാണ് പാലക്കാട്ടേതെന്നും കോട്ടായി മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ വിമർശിച്ചു. ഗ്രൂപ്പ് മേലാളന്മാർ ഞങ്ങൾ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വന്ന ആളുകളാണ്. ഒരിക്കലും ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് ആളെ കൂട്ടാൻ വന്ന ആളുകളല്ല. അത് നേതൃത്വം മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ പണ്ട് പെരുങ്ങോട്ട് ഒരു പച്ച തുരുത്തായിരുന്നു. കോട്ടയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ടിട്ടാണ് അവിടെ കോൺഗ്രസിന് കമ്മിറ്റികൾ ഉണ്ടായത്. അതുവരെ 15 കൊല്ലക്കാലം സിനിമയിൽ പറഞ്ഞമാതിരി പോളണ്ടിനെ പറ്റി സംസാരിക്കേണ്ട പറഞ്ഞാൽ പെരുങ്ങോട്സിനെ പറ്റി പറഞ്ഞാൽ അതിൽ സംസാരിക്കേണ്ടെന്ന് പറയും. അപ്പോൾ പാർട്ടി വളർത്താൻ ആഗ്രഹമുള്ള ആളുകൾ വളരെ കമ്മിയാണ്. കാരണം നേതാക്കന്മാർ അവരവരോട് വലുതാകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നേതൃത്വം നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസിലെയും പോഷക സംഘടനാ ഭാരവാഹികളുമായ 14 പേർ രാജിവെച്ചു. യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, ദളിത് കോൺഗ്രസ്, സേവാദള് ജില്ലാ ഭാരവാഹികളും തരൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളുമാണ് രാജിക്കത്ത് DCC പ്രസിഡന്റ് തങ്കപ്പന് കൈമാറിയത്. കൂടാതെ KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേരളത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ദീപാദാസ് മുൻഷി എന്നിവർക്കും നേതാക്കൾ കത്തയച്ചിട്ടുണ്ട്. KPCCയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കൂട്ടമായി രാജിവെക്കാനുള്ള ഒരുക്കത്തിലാണ് കോട്ടായിയിലെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. ജനം, പാലക്കാട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.